നമ്മൾ ഇന്നലെ ഞെട്ടിച്ച ഒരു വാർത്ത വന്നിരുന്നു. ഈ 1 വയസ്സും 2 വയസ്സും 3 വയസ്സും ഒക്കെയുള്ള കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്തൊരു ഓമനത്വം അല്ലേ. അവരെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷമല്ലേ വരിക. ആ കുഞ്ഞുങ്ങളെ കൊല്ലാൻ എങ്ങനെയാണ് ഒരാൾക്ക് പറ്റുക, അതും സ്വന്തം രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ അല്ലേ. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് പിതാവാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. അച്ഛൻ ഷിജിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. കൈമുട്ടുകൊണ്ട് 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞിന്റെ വയറ്റിൽ ഇടിച്ചെന്നാണ് മൊഴി. എങ്ങനെ ഇടിക്കാൻ തോന്നുന്നു അല്ലേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും കാരണം തിരിച്ചറിയാനായിരുന്നില്ല. ഈ മാസം 16-നാണ് 1 വയസ്സുകാരൻ ഇഹാൻ കുഴഞ്ഞു വീണ് മരിച്ചത്. സുനിഷ ഏലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, ആ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു സങ്കടം. ആ കുഞ്ഞിന്റെ മുഖം ഓർമ്മയിലില്ലെങ്കിൽ പോലും നമുക്ക് ഊഹിക്കാൻ പറ്റുമല്ലോ, 1 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞാണ്. അതിനെന്തറിയാൻ പറ്റൂലേ. അതിനെയൊക്കെ എങ്ങനെ, അതിങ്ങനെ താഴെ വീഴുമ്പോൾ നമ്മുടെ മനസ്സ് പെടുകയോ ചെയ്യുക. ഏത് കുഞ്ഞാവട്ടെ അല്ലേ. ഒരു കുഞ്ഞ് കരയുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നൂലേ. പക്ഷേ ഒരു അച്ഛൻ തന്നെ ആ കുഞ്ഞിനെ കൈമുട്ടുകൊണ്ട് ഇടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ക്രൂരനായിരിക്കണം. എന്താണ് ആദ്യം ഇങ്ങനെയൊന്നും അല്ല വന്നത് വാർത്ത. ബിസ്ക്കറ്റ് കഴിച്ചപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തയാണ് പുറത്തു വന്നത്. എങ്ങനെയാണ് പോലീസ് ഈ ഷിജിലാണ് ഈ കുറ്റം ചെയ്തത് എന്ന് ബോധ്യപ്പെട്ടത് പോലീസിന്? ഗുഡ് മോർണിംഗ് സുനിഷ. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പറഞ്ഞതുപോലെ വലിയ ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം ഈ വാർത്ത കേൾക്കുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ആ കുഞ്ഞു മരിക്കുന്നത്. അതായത് കുഞ്ഞുമായി ഇവർ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക്, ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ നിന്നും പറഞ്ഞിരുന്നത് ആ കുഞ്ഞൊരു ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു, അതിന് പിന്നാലെ തന്നെ ഒരു മുന്തിരി കഴിച്ചു, പിന്നാലെ ഈ നുരയും പതയും വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ തന്നെ അന്ന് ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഡോക്ടർമാർ പരിശോധിക്കുമ്പോഴേക്കും തന്നെ കുഞ്ഞു മരിച്ച സ്ഥിതിയിൽ തന്നെയായിരുന്നു. പിന്നാലെ ഇവർ പോലീസിൽ വിവരം അറിയിക്കുന്നു. കാരണം കുഞ്ഞിന്റെ വയറിൽ ഒരു ക്ഷതമേറ്റ പാടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ്മോർട്ടത്തിലാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. പക്ഷേ എങ്ങനെയാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായത് എന്നൊരു സംശയമായിരുന്നു ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ദുരൂഹതയുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിനെ സംബന്ധിച്ച് ആദ്യഘട്ടം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ പേരൻസ് ആയിട്ടുള്ള ഷിജിലിനെയും കൃഷ്ണപ്രിയയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 1-ാം വട്ടം ചോദ്യം ചെയ്യുന്നു, പക്ഷേ യാതൊരു വിധത്തിലുള്ള സംശയവും ഉണ്ടാകുന്നില്ല. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്തപ്പോഴും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇവർ കൈമാറുന്നില്ല. ഇവർ ഇത് തന്നെ പറയുകയായിരുന്നു, അതായത് ഈ ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു, മുന്തിരി കഴിച്ചിരുന്നു, പിന്നാലെ ബുദ്ധിമുട്ട് അവശതയുണ്ടാകുന്നു, അങ്ങനെ വീഴുന്നു എന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് 3-ാം വട്ടം കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ആദ്യം മുതൽ തന്നെ ഇത് രക്ഷിതാക്കളെ സംശയമുണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ രക്ഷിതാവ് അച്ഛൻ ഷിജില ഈ കുറ്റം സമ്മതിക്കുന്നത്. താൻ തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്ന് സമ്മതിക്കുന്നു. കുഞ്ഞിനെ മടിയിലിരുത്തി ഇടത് മുട്ടുകൈ കൊണ്ട് ഇടിക്കുകയായിരുന്നു വയറിനെ എന്നുള്ളതാണ്. പിന്നാലെ തന്നെ കുഞ്ഞ് ഈ നുരയും പതയും വന്ന് വീഴുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പിതൃത്വത്തെ ചൊല്ലിയുള്ളൊരു സംശയം ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് അതാണ്. ഏറെ നാളായി ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴക്കു കൂടുകയും മാറി താമസിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു കൃഷ്ണപ്രിയയും ഷിജിലും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെ ചൊല്ലിയും, അതായത് കുഞ്ഞിന്റെ പിതൃത്വത്തെ ചൊല്ലിയും ചില തർക്കങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മാതാവായ കൃഷ്ണപ്രിയയുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണപ്രിയ പറയുന്നത് പിതാവ് നേരത്തെയും ഇതേ തരത്തിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ കുഞ്ഞ് ഈ കൊലപാതകം നടക്കുന്ന ദിവസം തന്നെ കുഞ്ഞിന്റെ കൈക്ക് പൊട്ടലേറ്റിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതും ഈ രക്ഷിതാവായിട്ടുള്ള ഷിജിൽ ചെയ്തതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുൺ, ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അങ്ങനെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കും എന്നുള്ളതാണ്. ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്ന് കടക്കും. ഒപ്പം തന്നെ മാതാവിന് ഇതിൽ എത്രത്തോളം പങ്കുണ്ട് എന്നത് കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. താങ്ക് യു സുനിഷയാണ് വിവരങ്ങൾ നൽകിയത്.